എല്ലാ പ്രിയപ്പെട്ടവർക്കും MG മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ തൃശ്ശൂർ നടന്ന നഴ്സുമാരുടെ വിവിധങ്ങളായ അസോസിയേഷനുകളുടെ ഒരു മീറ്റിംഗ് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കടന്നു വന്നിട്ടുണ്ടാകും. കേരളത്തിലുള്ള ഒരുമാതിരി എല്ലാ നഴ്സുമാരും പങ്കെടുത്ത ഒരു വിശാലമായ മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഉദ്ദേശശുദ്ധി മറ്റൊന്നുമല്ല, രാഷ്ട്രീയ നേതാക്കന്മാരെയും മീഡിയയെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നഴ്സുമാരുടെ ന്യായമായ അവകാശം ഉന്നയിക്കുക, അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ മീറ്റിങ്ങിൽ നിർഭാഗ്യമെന്ന് പറയാതിരിക്കാൻ തരമില്ല, ഒരു ഒറ്റ മീഡിയക്കാർ പോലും അതിൽ പങ്കെടുക്കുകയോ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുകയോ ചെയ്തില്ല. ഒരേ ഒരു മീഡിയ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. ബഹുമാന്യനായ സാജൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മറുനാടൻ മലയാളി. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മളൊക്കെ പലപ്പോഴും നഴ്സുമാർ എന്ന് പറയുന്ന ഈ സമൂഹത്തെ മാലാഖമാരായിട്ടാണ് ചിത്രീകരിക്കാറ്. എപ്പോഴാണ് അവർ മാലാഖമാരാകുന്നത്? അവരുടെ ആതുര രംഗത്തെ സേവനം കൊണ്ടാണോ? അതോ നമ്മളവരെ മാലാഖമാരായിട്ട് കാണുന്നത് നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ചികിത്സ സംബന്ധമായ ആശുപത്രിയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഡെലിവറി തിയേറ്ററിൻ്റെ വാതിൽക്കൽ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ, ആ ഒരു സമയത്തേക്ക് മാത്രമാണ് നമ്മൾ പലപ്പോഴും നഴ്സുമാരെ മാലാഖമാരുടെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്നത്. ഏതൊരാവശ്യത്തിലും ഓടിച്ചെല്ലുമ്പോൾ ആദ്യം നമ്മൾക്ക് ലഭിക്കുന്ന സേവനം ഒരു നേഴ്സിൻ്റെയാണ്, മറക്കരുത്. പിന്നീട് ആണ് അവരെ പ്രഥമ ചികിത്സകളൊക്കെ നൽകിയതിന് ശേഷമാണ് നമ്മൾക്ക് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു ജീവൻ പലപ്പോഴും ആദ്യം ഒരു ആശുപത്രിയിൽ ഓടിയെത്തുമ്പോൾ അതൊരു നേഴ്സിൻ്റെ കയ്യിലാണ് ചെല്ലുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ ബഹിഷ്കരിച്ചത്. കേരളത്തെ ഇടതുപക്ഷ വലതുപക്ഷ BJP രാഷ്ട്രീയങ്ങളെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന നിരവധി മീഡിയകൾ നമ്മുടെ നാട്ടിലുണ്ട്. ധാർമ്മികതയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരും ചാനൽ മേധാവികളും അവതാരകരുമുണ്ട്. എവിടെ പോയി നിങ്ങളുടെയൊക്കെ ധാർമ്മികത? നിങ്ങളെപ്പോലെ ഓരോ വീടുകളിൽ നിന്നും ജോലിക്കിറങ്ങിത്തിരിക്കുന്നവരാണ് ഈ നേഴ്സുമാരെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ നേഴ്സുമാരുടെ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കാനുണ്ടായ കാരണം? നമ്മൾ ജനങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സാഹചര്യമാണ്. കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ധാർമ്മികത, തീർച്ചും ഇത് നിങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യും. നാളത്തെ തലമുറ നിങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യും എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് നിങ്ങളുടെ ഈ ബഹിഷ്കരണം. ആരുടെ അജണ്ടയാണ് അത് ബഹിഷ്കരിച്ചത്? ഏത് അജണ്ട വെച്ചാണ് നിങ്ങൾ അവരെ ബഹിഷ്കരിച്ചത്? അവർക്കും ജോലി ചെയ്യാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങളുടെ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, ഇതുകൂട്ട് മീറ്റിംഗ് വിളിക്കാനും ഒക്കെ അവകാശമില്ലേ? ആരുടെയും അവകാശങ്ങളെ നിങ്ങളുടെ ഒരു കഴിവുകൊണ്ട്, നിങ്ങളുടെ ഒരു മാധ്യമത്തിൻ്റെ കഴിവുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മറയ്ക്കാം. പക്ഷെങ്കിൽ അത് ഇരട്ടി ശക്തിയായിട്ട് നേഴ്സുമാരുടെ ആ പ്രകടനം കേരളം മുഴുവൻ അലയടിക്കും. കേരള ജനത അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം കേരളത്തിലെ ജനങ്ങൾ അവരെ കാണുന്നത് മാലാഖമാരുടെ കണ്ണുകളിൽ കൂടിയാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാനുമാണ് മീഡിയയും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും നമുക്കുള്ളത്. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രവർത്തിക്കണം. ധാർമ്മികത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ പ്രവർത്തിച്ച് ആവശ്യത്തിലിരിക്കുന്നവരുടെ ആവശ്യം നേടിയെടുക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഹാവ് എ ഗ്രേറ്റ് ഡേ.